ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ആർട്ട് എഡ്യൂക്കേഷൻ, വർക്ക് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണ് അല്ലേ. അറ്റംപ്റ്റ് എനി 4 ക്വസ്റ്റ്യൻ ഫ്രം 1 to 5, 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതാനാണ് അല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഓൺ വിച്ച് ദ ഫോളോയിങ് സർഫേസ് ആർ അത്ലറ്റിക് ഇവൻറ്റ്സ് ഹെൽഡ്? സിന്തറ്റിക്, ടർഫ്, വുഡൻ സർഫേസ്, കോൺക്രീറ്റ് സർഫേസ്. ഏതാണ് കൂട്ടുകാരെ? അതെ, സിന്തറ്റിക് ആണല്ലേ. ആൻസർ എന്താണ്? സിന്തറ്റിക്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ചോദ്യം എന്താണ്? യെസ്, ആൻസർ സിന്തറ്റിക്. ഓക്കെ, നമുക്ക് നോക്കാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇഞ്ചുറി കോസ്ഡ് ടു ദ ലിഗ്മെന്റ് ഈസ്. ദ ഇഞ്ചുറി കോസ്ഡ് ടു ദ ലിഗ്മെന്റ് ഈസ് ഏതാണ്? അതെ, സ്പ്രെയിൻ ആണല്ലേ. ആൻസർ എന്താണ്? സ്പ്രെയിൻ. ഓക്കെ, ദെൻ ആക്ടിവിറ്റി ടു ബി ഡൺ ബിഫോർ സ്പോർട്സ് ആക്ടിവിറ്റീസ്. ദ ആക്ടിവിറ്റി ടു ബി ഡൺ ബിഫോർ സ്പോർട് ആക്ടിവിറ്റീസ് ആണല്ലേ. ഏതാണ്? അതെ, വാമിംഗ് അപ്പ് ആണ്. എന്താണ്? വാമിംഗ് അപ്പ്. ഓക്കെ, ദെൻ ദ മെത്തേഡ് യൂസ് ടു ഡിറ്റർമൈൻ ദ ബോഡി കോമ്പോസിഷൻ ഓഫ് എ പേഴ്സൺ. ഏതാണ്? യെസ്, നമുക്കറിയാം. ഏതാണ് കൂട്ടുകാരെ? യെസ്, BMI ആണല്ലേ. ആൻസർ എന്താണ്? BMI. ഓക്കെ, ദെൻ ദ ന്യൂട്രിയൻ കോമ്പോണന്റ് ദാറ്റ് ഹെൽപ്സ് ഇൻ ബോഡി ന്യൂട്രീഷൻ. ഏതാണ്? മാംസ്യമാണല്ലേ. ഏതാണ്? മാംസ്യം അഥവാ ഏതാണ്? ഫാറ്റ്. ഓക്കെ, ദെൻ അറ്റംപ്റ്റ് എനി 4 ക്വസ്റ്റ്യൻ ഫ്രം 6 to 10, 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതാനാണല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. ലിസ്റ്റ് ദ വേരിയസ് സർഫേസസ് ആൻഡ് ദ ഗെയിംസ് പ്ലേഡ്. ദ വേരിയസ് സർഫേസും എഴുതണം, കളിക്കുന്ന ഗെയിമും എഴുതണം അല്ലേ. ഓക്കെ, ഫസ്റ്റ് സർഫേസ് ആയിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, ഫസ്റ്റ് സർഫേസ് എഴുതാം. സിന്തറ്റിക് ട്രാക്ക് ഏതാണ്? നമ്മളിപ്പോൾ തന്നെ പറഞ്ഞല്ലേ, അത്ലറ്റിക്സ് ആണല്ലേ. ദെൻ നെക്സ്റ്റ് നമുക്ക് എഴുതാം ടർഫ്, ഹോക്കി അല്ലേ. ദെൻ വുഡൻ സർഫേസ്, ബാസ്കറ്റ്ബോൾ. ദെൻ കോൺക്രീറ്റ് സർഫേസ്, സ്കേറ്റിംഗ് അല്ലേ. അപ്പോൾ സിന്തറ്റിക് ട്രാക്ക്, അത്ലറ്റിക്സ്, ദെൻ ടർഫ്, ഹോക്കി, വുഡൻ സർഫേസ്, ബാസ്കറ്റ്ബോൾ, ദെൻ കോൺക്രീറ്റ് സർഫേസ്, സ്കേറ്റിംഗ്. ഓക്കെ, ദെൻ വാട്ട് ആർ ദ വാല്യൂസ് ഗെയിൻഡ് ബൈ എൻഗേജിംഗ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ദാറ്റ് ഇൻക്ലൂഡ് ഓൾ കൈൻഡ്സ് ഓഫ് പീപ്പിൾ ഫ്രം ദ സൊസൈറ്റി? What are the values gained by engaging physical activities? They include all kinds of people from society. എന്തൊക്കെയാണ്? യെസ്, ആൻസർ എന്താണ്? ടീം വർക്ക് ആൻഡ് ഡിസിപ്ലിൻ അല്ലേ. ദെൻ വാട്ട് ആർ മസിൽ ക്രാംസ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ മസിൽ ക്രാംസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മസിൽ ക്രാംസ് എന്നാൽ എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് കൂട്ടുകാരി മസിൽ ക്രാംസ് എന്ന് പറഞ്ഞാൽ? അഥവാ പേശി വലിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, മസിൽ ക്രാംസ് ആർ പെയിൻഫുൾ ആൻഡ് ഇൻവോളണ്ടറി കോൺട്രാക്ഷൻ ഓഫ് മസിൽസ്. എന്താണ്? മസിൽ ക്രാംസ് ആർ പെയിൻഫുൾ ആൻഡ് ഇൻവോളണ്ടറി കോൺട്രാക്ഷൻ ഓഫ് മസിൽ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ ബെനിഫിറ്റ്സ് ഓഫ് പ്ലേയിങ് ദ ഗെയിം ഹിറ്റ് എന്ന പ്ലേയിങ് ഗെയിമിൻ്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ കളിക്കുന്നതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? യെസ്, നമുക്ക് എന്തൊക്കെ എഴുതാം? യെസ്, മെൻ്റൽ ഹാപ്പിനെസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ദെൻ ടീം വർക്ക്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ യോഗ ഒളിമ്പ്യാഡ് അല്ലേ. എക്സ്പ്ലെയിൻ യോഗ ഒളിമ്പ്യാഡ്. യോഗ ഒളിമ്പ്യാഡ് എന്നാൽ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. എന്താണ്? യെസ്, a national level yoga competition promoting physical fitness and mental well-being. എന്താണ് യോഗ ഒളിമ്പ്യാഡ് എന്ന് പറയുന്നത്? നാഷണൽ ലെവൽ യോഗ കോമ്പറ്റീഷൻ പ്രൊമോട്ടിംഗ് ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് മെൻ്റൽ വെൽബീയിങ്. ദെൻ അറ്റംപ്റ്റ് എനി 1 questions from 11 and 12. വാട്ട് ഈസ് പ്രൈസ് ഇൻ ഫസ്റ്റ് എയ്ഡ്? എക്സ്പ്ലെയിൻ. ഫസ്റ്റ് എയ്ഡിലെ പ്രൈസ് എന്താണെന്നാണല്ലേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് എന്ത് എഴുതാം? പി എന്താണെന്ന് എഴുതാം അല്ലേ. പി എന്താണ്? യെസ്, പി എന്താണ് കൂട്ടുകാരെ? യെസ്, പ്രൊട്ടക്റ്റ് അല്ലേ. അതായത് പ്രൊട്ടക്റ്റ് ഇഞ്ചുറി ഫ്രം ഫർദർ ഡാമേജ്. ദെൻ ആറോ? യെസ്, റെസ്റ്റ്. ദെൻ ഐസ് അല്ലേ. ദ ഐസ് റാപ്പിഡ് ഇൻ എ ക്ലോസ് ഷോൾ ആൻഡ് അപ്ലൈഡ് വിത്ത് എൻ അഫക്റ്റഡ് ഏരിയ. ദെൻ സി എന്താണ്? യെസ്, കംപ്രസ്, EN. ദെൻ എലവൻ്റ് ആണ് അല്ലേ. ദെൻ ഇലവൻ്റ് ആണ്. ഓക്കെ, ദെൻ കംപ്ലീറ്റ് ദ വേർഡ് വെബ് ഓൺ ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് കോമ്പോണൻറ്റ്. കംപ്ലീറ്റ് ദ വേർഡ് വെബ് ഓൺ ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് കോമ്പോണൻറ്റ്. എന്തൊക്കെ നമുക്ക് നൽകിയിട്ടുള്ളത്? യെസ്, കോമ്പോണൻറ്റ്സ് ഓഫ് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. മസ്കുലർ എൻഡുറൻസ് നൽകിയിട്ടുണ്ട് അല്ലേ. മസ്കുലർ എൻഡുറൻസ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് നമുക്ക് എന്തൊക്കെ എഴുതാം? ഓക്കെ, ദെൻ മസ്കുലർ സ്ട്രെങ്ത് എഴുതാം. ദെൻ കാർഡിയോ റെസ്പിറേറ്ററി എൻഡുറൻസ് എഴുതാം. കാർഡിയോ റെസ്പിറേറ്ററി എൻഡുറൻസ്. ഓക്കെ, ദെൻ
കാർഡിയോ റെസ്പിറേറ്ററി എൻഡുറൻസ് എഴുതാം, അതുപോലെ തന്നെ മസ്കുലാർ സ്ട്രെങ്ത് എഴുതാം, ദെൻ മസ്കുലാർ എൻഡുറൻസ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതാവുന്നതാണ് അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആർട്ട് എഡ്യൂക്കേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അറ്റംപ്റ്റ് എനി 4 ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 5. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണം അല്ലേ. ദ പെയിൻറ്റിംഗ് സ്റ്റൈൽ ഡെവലപ്ഡ് ബൈ ജോസുറട്ട് ആൻഡ് പോൾ സിഗ്നാക്. ആരൊക്കെയാണ്? യെസ്, ഏതാണ് ആ പെയിൻറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്? അതെ, ആൻസർ എന്താണ്? പോയിന്റിലിസം ആണ്. ദെൻ ദ ഇമേജ് ഓഫ് റിച്വൽ ഡാൻസ് ഫ്രം കേരള ഗിവൺ ഫിലോ ഐഡന്റിഫൈ ദ ഡാൻസ് ഫോം അല്ലേ. ഏതാണ് ഇമേജ് നൽകിയിട്ടുള്ളത്? ഏതാണ് ഇമേജ്? യെസ്, ഡാൻസ് ഫോം ഏതാണ്? അതെ, തെയ്യമാണ് അല്ലേ. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, തെയ്യം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Given below is the picture of famous folk singer who won the National Award for the Best Female Singer in 2020. Identify the singer. ഈ സിംഗർ ആരാണ്? നമുക്ക് മനസ്സിലായില്ല. ആരാണ്? നഞ്ചിയമ്മയാണ് അല്ലേ. ആൻസർ എന്താണ്? ഓപ്ഷൻ സി, നഞ്ചിയമ്മ. Then next question, a collection of pictures drawn help to visualizing a scene before it is shot is called. എന്താണ് നമ്മൾ പറയുന്നത്? യെസ്, സ്റ്റോറി ബോർഡ് എന്നാണ് അല്ലേ. ആൻസർ എന്താണ്? സ്റ്റോറി ബോർഡ്. Then fifth question, the stage where the performance space by is surrounded by audience is ഏതാണ്? യെസ്, the stage where the performance space is surrounded by audience is arena ആണ് അല്ലേ. അറീന. ആൻസർ എന്താണ്? അറീന. ഓക്കെ, ദെൻ അറ്റംപ്റ്റ് 3 questions from 6 to 10. 6 to 10 അല്ലേ. 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണം അറ്റംപ്റ്റ് ചെയ്യാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. യെസ്, the write the names of any 2 musicians from the Trinity and Carnatic music അല്ലേ. ഏതെങ്കിലും 2 മ്യൂസീഷ്യൻസിന്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആരുടെയൊക്കെ പേര് എഴുതാം? നമുക്ക് ആരുടെയൊക്കെ പേര് എഴുതാം? യെസ്, ശ്യാമശാസ്ത്രികൾ, ത്യാഗരാജസ്വാമികൾ, മുത്തു ദീക്ഷിതർ, ഏതെങ്കിലും 2 എണ്ണം എഴുതുക. ഓക്കെ, ദെൻ റൈറ്റ് ദ നെയിംസ് ഓഫ് എനി 2 ഫേമസ് ഇന്ത്യൻ കേവ് പെയിന്റിങ്സ്. നമുക്ക് ഏതൊക്കെ എഴുതാം കേവ് പെയിന്റിങ്സിൽ? യെസ്, അജന്ത കേവ് പെയിന്റിങ്സ്, അതുപോലെ തന്നെ ബാഗ് അല്ലേ, ദെൻ ബദാമി, ഇതിലേതെങ്കിലും 2 എണ്ണം എഴുതുക. ഓക്കെ, ദെൻ ഐഡന്റിഫൈ ദ എക്സ്പ്രഷൻ സീൻ ഇൻ ദ ഇമേജസ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള ഇമേജസിൽ ഏതൊക്കെയാണ്? ഫസ്റ്റ് ഹാപ്പി ആണല്ലേ, ദെൻ സാഡ് ആണല്ലേ. എ ഹാപ്പി ആണെങ്കിൽ ബി എന്താണ്? സാഡ് ഇമേജ് ആണല്ലേ നൽകിയിട്ടുള്ളത്. ഓക്കെ, ദെൻ വാട്ട് ഈസ് മൂവിങ് പിക്ചർ? ഗിവ് 1 എക്സാമ്പിൾ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. എന്താണ് മൂവിങ് പിക്ചർ? ഒരു എക്സാമ്പിളും കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് മൂവിങ് പിക്ചർ എന്ന് പറഞ്ഞാൽ? യെസ്, മൂവിങ് പിക്ചർ എന്താണ്? സിനിമ കൺസിസ്റ്റ് ഓഫ് മൂവിങ് പിക്ചേഴ്സ് ദാറ്റ് ക്രിയേറ്റ് ഇംപ്രഷൻ ഓഫ് റിയൽ ലൈഫ് വെൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ ഇൻ സ്റ്റോറി ആർ പ്രസൻറ്റഡ് ഇൻ ദ ഫോം ഓഫ് കണ്ടിന്യൂസ്ലി മൂവിങ് പിക്ചേഴ്സ്. ദേ സീം ലൈഫ് ലൈക്ക്. ഓക്കെ, അപ്പോൾ എന്താണ് മൂവിങ് പിക്ചേഴ്സ്? നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ ആർ യു ഫെമിലിയർ വിത്ത് ഫിംഗർ പപ്പറ്റ്സ് ഇൻ പപ്പറ്റ് തിയേറ്റർ? നെയിം 2 അതർ ടൈപ്സ് ഓഫ് പപ്പറ്റ് യൂസ്ഡ് ഇൻ ദ പപ്പറ്റ് തിയേറ്റർ. പപ്പറ്റ് തിയേറ്ററിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും പപ്പറ്റ്സിന്റെ പേര് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഏതൊക്കെ എഴുതാം? സ്പൈഡർമാൻ എഴുതാം, ദെൻ പുലിക്കളി, ഇതിലേതെങ്കിലും പപ്പറ്റ്സിന്റെ പേര് നിങ്ങൾക്ക് എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ, ദ പിക്ചേഴ്സ് ഓഫ് ദ ഫേമസ് കഥകളി ആർട്ടിസ്റ്റ് പത്മശ്രീ കലാമണ്ഡലം ഗോപി ആശാൻസ് നവരസാസ് ആർ ഗിവൺ ബിലോ. ഐഡന്റിഫൈ ദ രസ ഫ്രം ദ ബ്രാക്കറ്റ്സ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. രൗദ്ര, അദ്ഭുത, ദെൻ ഭയങ്കര, ശാന്ത, ശൃംഗാര. ഫസ്റ്റ് വൺ എ ഏതാണ് വരുന്നത്? യെസ്, എ ഏതായിരിക്കും വരിക കൂട്ടുകാരെ? യെസ്, എ ശാന്ത, ദെൻ ബി ശൃംഗാര അല്ലേ. ബി ശൃംഗാര, ദെൻ സി രൗദ്ര, ദെൻ ഡി ഏതാണ്? യെസ്, ഡി നോക്കൂ ഏതാണത്? ഭയാനകയാണല്ലേ, ഭയാനക. ദെൻ ഇ അത്ഭുത, ദി അത്ഭുത. Okay, then Mikku visits the beach with his parents. He is overjoyed on seeing the changing colors of the evening sky. Draw the picture and color it. നിങ്ങൾ എന്ത് ചെയ്യുക? ചിത്രം വരച്ച് ഭംഗിയായി നിറം കൊടുക്കുക. ഓക്കെ, ദെൻ 13ാമത്തെ ചോദ്യം, വാട്ട് തിങ്സ് ഷുഡ് ബി ടേക്കൻ കെയർ വൈൽ സിംഗിങ് ഗ്രൂപ്പ് സോങ്സ്? റൈറ്റ് എനി 5. ഗ്രൂപ്പ് സോങ്സ് പാടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? യെസ്, നമുക്ക് ഫസ്റ്റ് 1 ആയിട്ട് എഴുതാം. യെസ്,
pronounce word clearly, then voice to create harmony, then proper timing and rhythm, then appropriate pitch അഥവാ ശ്രുതി അല്ലേ, appropriate pitch, then sing with coordination. എന്തൊക്കെയാണ്? pronounce word clearly, then voices to create harmony, then proper timing and rhythm, then appropriate pitch, then song with coordination. Okay, the next question നോക്കാം നമുക്ക്. Have you seen the marks used in Pulikali? Name any 5 such kind of marks used in different occasions. നമുക്ക് ഏതൊക്കെ എഴുതാം? സ്പൈഡർമാൻ, പുലിക്കളി അതുപോലുള്ള കാര്യങ്ങൾ എഴുതാവുന്നതാണ്. റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സിനിമ ആൻഡ് ഡ്രാമ. സിനിമയും ഡ്രാമയും തമ്മിലുള്ള വ്യത്യാസമല്ലേ. സിനിമ എങ്ങനെയാണ്? പ്രീ റെക്കോർഡഡ് ആണ്, അതുപോലെ തന്നെ എഡിറ്റഡ് ആണ് അല്ലേ. ഡ്രാമയോ ലൈവ് പെർഫോമൻസ് ആണ്, അതുപോലെ തന്നെ എന്താണ്? റിയൽ ടൈം ആക്ടിംഗ് ആണ്. ദെൻ വർക്ക് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ടു മേക്ക് ദ സാലഡ് ന്യൂട്രിയസ്? salad nutrients അല്ലെ. which of the following is the most suitable to make the salad nutrients? ഏതാണ്? മൈക്രോ ഗ്രീൻസ് ആണ് അല്ലേ. ആൻസർ എന്താണ്? മൈക്രോ ഗ്രീൻസ്. then dash is known as the king of fibers. king of fibers എന്നറിയപ്പെടുന്നത് ഏതാണ്? king of fibers ഏതാണ്? കോട്ടൺ ആണ് അല്ലെ. കിങ് ഓഫ് ഫൈബേഴ്സ് എന്നറിയപ്പെടുന്നത് കോട്ടൺ ആണ്. ദെൻ നെയിം ദ പ്രോസസ് ഇൻ വിച്ച് ന്യൂട്രിയൻസ് ആർ സപ്ലൈഡ് ഇൻ ലിക്വിഡ് ഫ്രം ദ പ്ലാന്റ്സ് ആൻഡ് വെർട്ടിക്കൽ ഫാമിംഗ്. ഏതാണ്? ഫെർട്ടിഗേഷൻ ആണ് അല്ലേ. എന്താണ് ആൻസർ? ഫെർട്ടിഗേഷൻ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കറൻസി ഓഫ് അവർ കൺട്രി റുപ്പി. യുവാൻ ഈസ് ദ കറൻസി ഓഫ് ഏതിൻ്റെയാണ്? ചൈനയുടെ കറൻസിയാണ് അല്ലേ. ഓക്കെ, ആൻസർ എന്താണ്? ഓപ്ഷൻ എ ചൈന. ദെൻ വിച്ച് ഈസ് റോ മെറ്റീരിയൽ യൂസ് ടു മേക്ക് സ്ട്രോ ബോർഡ്സ്? ഏതൊക്കെ മെറ്റീരിയൽസ് ആണ്? വൈക്കോൽ പൾപ്പ് അല്ലേ, അതായത് സ്ട്രോ പൾപ്പ്. Then attempt any 4 questions from 6 to 10. Write the name of any 4 materials required to make the wall hanging given in the above picture. തന്നിട്ടുള്ള ചിത്രത്തിൽ എന്തൊക്കെ 4 മെറ്റീരിയൽസ് അല്ലെ, എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ആവശ്യമായിട്ടുള്ളത്? ഫസ്റ്റ് വൺ ആയിട്ട് നമുക്ക് എഴുതാം ഫാബ്രിക്, ദെൻ ബീഡ്സ്, ഗ്ലൂ, ത്രെഡ്. ഫസ്റ്റ് എന്ത് എഴുതാം? ഫാബ്രിക്, ദെൻ ബീഡ്സ്, ഗ്ലൂ, ത്രെഡ് അല്ലേ. ദെൻ മനു who has participating the cookery competition was wearing polyester clothes. His teacher asked him to wear cotton clothes. Explain why. എന്തുകൊണ്ടാണെന്നല്ലേ ചോദിച്ചില്ല. എന്തുകൊണ്ടാണ്? polyester is a inflammable and melts when exposed to high heat then causing burns. എന്താണ്? polyester എന്താണ്? ഫ്ലെയിമബിൾ ആണല്ലേ, പെട്ടെന്ന് കത്തിപ്പിടിക്കും അല്ലേ. ഫ്ലെയിമബിൾ and melts when exposed to high heat and causing burns. Okay, the next question, 8th question എന്താണ്? Binu school decide to prepare vermicompost. What are the points to be taken care or while prepare vermicompost? എന്തൊക്കെയാണ് ഒരു വെർമികമ്പോസ്റ്റ് അല്ലേ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ അല്ലേ, അതിൻ്റെ പോയിന്റ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുള്ളത് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എവരിബഡി എൻജോയ്സ് ട്രാവലിംഗ്. യു ഹാവ് ഡിസൈഡ് ടു ട്രാവൽ ടു എ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. വാട്ട് തിങ്സ് വിൽ യു ഇൻക്ലൂഡ് ഇൻ എ ബ്രോഷർ ടു പ്രസന്റ് ബിഫോർ ദ ക്ലാസ്? എന്തൊക്കെ കാര്യങ്ങളാണ്? കീ ഫീച്ചേഴ്സ് ഓഫ് ദ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, അതുപോലെ ഇറ്റ്സ് ഹിസ്റ്ററി, അതുപോലെ ദ സൈറ്റ്സ് അല്ലേ. ദെൻ ഹൗ ടു റീച്ച് എ പെർട്ടിക്കുലർ ലൊക്കേഷൻ. ദെൻ അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? കീ ഫീച്ചേഴ്സ് ഓഫ് ദ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആൻഡ് ദെൻ ഇറ്റ്സ് ഹിസ്റ്ററി, ദ സൈറ്റ്സ്, ഹൗ ടു റീച്ച് ദ പെർട്ടിക്കുലർ ലൊക്കേഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് മാച്ച് ദ ഫോളോയിങ് ആണ് അല്ലേ. മാച്ച് ദ ഫോളോയിങ് ആണ്. ഓക്കെ, ഫസ്റ്റ് ഏതാണ് വരുന്നത്? നോക്കൂ, ഏതാണ് വരിക? പാച്ച് വർക്ക് ആണല്ലേ. പാച്ച് വർക്ക്. ദെൻ സ്വിച്ച് അല്ലേ. ദെൻ സി റൈറ്റിംഗ് ബോർഡ്. ദെൻ ഡി ബൾബ് അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലിസ്റ്റ് ദ മെറ്റീരിയൽസ് റിക്വയർഡ് ഗ്രോ ന്യൂട്രിയസ് ആൻഡ് ലോ കോസ്റ്റ് മൈക്രോ ഗ്രീൻസ്. എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്പ് ഇൻ ദ പ്രോസസ്. ആ പ്രോസസ് നമ്മളോട് കൃത്യമായിട്ട് എഴുതാനും പറഞ്ഞിട്ടുണ്ട്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. Then observe the picture given below. Did you see the writing board that Akhil made by himself? What are the materials needs for making writing board? Explain the method of preparation അല്ലേ. ആ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനും കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ്? എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്? മെറ്റീരിയൽസ് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്? കാർഡ്ബോർഡ്, ദെൻ ഫോം ബോർഡ്, ദെൻ ഹാർഡ് ബോർഡ്, സ്ട്രോ ബോർഡ് അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? അതിൻ്റെ മെത്തേഡ് കൂടി, അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കൂടി എഴുതുക. ഓക്കെ,
അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ.